ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്താന്നും ഗ്രീഷ്മ അയനാന്ത ദിനം എന്താന്നൊക്കെ പഠിച്ചു, ഓർമ്മല്ലേ? ഇന്ന് നമ്മൾ ശൈത്യ അയനാന്ത ദിനം, ഉത്തരായനം, ദക്ഷിണായനം ഇവ എന്താന്നൊക്കെ പഠിക്കാം. അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനത് എല്ലാ സോഷ്യൽ പാഠഭാഗങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോട്ട് പോലെ ഇട്ടുകൊണ്ടിരിക്കണേന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സോഷ്യലിലൊക്കെ നമുക്ക് മിനിമം ഒരു 3-4 മാർക്ക് പോണത് ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ മറന്നു പോകുമ്പോഴാണ്. അതായത് ശ്രദ്ധിക്കാണ്ട് വിടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മിനിമം ഒരു 3-4 മാർക്ക് പോണത്. അങ്ങനെ ഓരോ ചോദ്യത്തിനും മിനിമം ഒരു മാർക്ക് വെച്ച് പോയാൽ തന്നെ എത്ര മാർക്ക് പോവും? അങ്ങനെ നമ്മളെയൊക്കെ തീരെ മാർക്ക് പോവാതെ എല്ലാ പോയിന്റുകളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വെച്ച് നമുക്ക് കാണുകയാണെങ്കിൽ ഒരു പോയിന്റും നഷ്ടമാവാണ്ട് നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും ക്ലാസ് ആയി കിട്ടും. അപ്പൊ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമുക്ക് ശൈത്യ അയനാന്ത ദിനം, ഉത്തരായനം, ദക്ഷിണായനം ഇവ എന്താന്നൊക്കെ പഠിക്കാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം കേട്ടോ. മാർച്ച് 21 മുതൽ സൂര്യൻ വടക്കോട്ട് അതായത് വടക്ക് ഭാഗത്തേക്ക് വടക്കോട്ട് പോകുന്നതിനാൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ഇനി ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയിൽ എത്തുന്നു. അതായത് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന്റെ ഈ ഭാഗത്തായിരിക്കും. ഈ കാലയളവിലായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. ഈ സെപ്റ്റംബർ 23 മുതൽ അതായത് ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും ഉണ്ടാവുക. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. നമ്മൾ എന്താ പറഞ്ഞത്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ, അതായത് ഇവിടുന്ന് തുടങ്ങുന്ന സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. ഹേമന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വേനൽക്കാലത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം. ഈ കാലയളവില് അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വന്ന് രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യും. ഇത് നമ്മൾ എവിടുത്തെ കാലം പറഞ്ഞ്? സൂര്യരശ്മി ഈ ഭാഗത്താവുമ്പോ ഉത്തരാർദ്ധഗോളത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുകയും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വന്ന് രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ കാലത്താണ് മരങ്ങളുടെ ഇല പൊഴിയുന്നത്. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും ഭൂമധ്യരേഖക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം. അതായത് സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വരുന്ന ഈ സമയത്താണ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം ഉണ്ടാവുക. ഇനി നമുക്ക് ഉത്തരായനം എന്താ, അതായത് ഉത്തരായനം എന്താ, ദക്ഷിണായനം എന്താന്ന് പഠിക്കുക. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21
ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു. അതായത് ഉത്തരത്തിലേക്കുള്ള അയനം അതാണ് ഉത്തരായനം. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഇനി അടുത്തത്, ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ഏത് ദിനത്തെ തുടർന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കാം നമുക്ക്. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള ഈ സൂര്യന്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ അതായത് ഈ ഭാഗങ്ങളിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലായിരിക്കും. ഏത് മുതൽ? മാർച്ച് 21 മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി രാത്രിയായിരിക്കും. മനസ്സിലായില്ല നമുക്ക്? ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം രാത്രിയായിരിക്കും. ഇത്രയും, അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ശൈത്യ അയനാന്ത ദിനം എന്താണ്, ഉത്തരായനം എന്താ, ദക്ഷിണായനം എന്താന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.